ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2105. ഇന്ന് ഒക്ടോബർ മാസം 5-ാം തീയതി 278-ാമത്തെ ദിവസത്തിലെത്തി. ആർക്കാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് എളുപ്പം കഴിയുക? അല്ലെങ്കിൽ ഒരാൾക്ക് എപ്പോഴാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ വസിക്കുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ നല്ല ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും സമൂഹത്തില് അംഗീകാരവും പൊതുവെ ഉന്നത സ്ഥാനവും ഒക്കെയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക അവർക്ക് എത്ര എളുപ്പമായിരിക്കും, അല്ലേ? സമൃദ്ധി നൽകുന്ന, സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ പാടി പുകഴ്ത്തുക സന്തോഷപ്രദമാണ്. എന്നാൽ ഈ വിഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലോ? നമ്മുടെ കർത്താവിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുക, നിനക്ക് സന്തോഷവും സമൃദ്ധിയും ദീർഘായുസ്സും ലഭിക്കും എന്ന് കേട്ട് നമ്മൾ തഴകിയവരാണ് ശരിക്കും. അതിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ചില അത്യാഹിതങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്തുകൊണ്ടാണ് വല്ലാതെ പതറിപ്പോകുന്നത്? ഇയ്യോബിനെ ഓർത്തുകൊണ്ട് തന്നെയാണ്. എത്ര സമ്പന്നനായിരുന്നു ഇയ്യോബ്! ജോബ് ദൈവത്തിനു മുമ്പിൽ കുറ്റമറ്റവനാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെടുന്നു. ആടുമാടുകളെയും ഒട്ടകങ്ങളെയും കവർച്ചക്കാർ പിടിച്ചുകൊണ്ടു പോകുന്നു. ഗോതമ്പ് വയൽ അഗ്നിക്കിരയാവുന്നു. ചുഴലിക്കാറ്റിൽ തകർന്ന വീടിന്റെ ഉള്ളിലുണ്ടായിരുന്ന 10 മക്കളും ഒരുമിച്ച് മരിച്ചു പോകുന്നു. അവിടം കൊണ്ടും തീരുന്നില്ല. താമസിക്കാതെ യോബിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ദുഃഖാർത്ഥനായി ഇങ്ങനെ ചാരക്കൂനയിലിരുന്ന് കുഷ്ഠം ബാധിച്ച ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുഴുക്കളെ തോണ്ടിക്കളയുക, ചെറിയ പൊട്ടിയ ഓടുകഷ്ണം കൊണ്ട്. ദുർഗന്ധം സഹിക്കാൻ വയ്യാതാവുമ്പോ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഇനിയും ദൈവത്തെ സ്തുതിക്കുന്നുവോ? ഇത്ര ക്രൂരത കാട്ടിയ ദൈവത്തെ ശപിക്കും, എന്നിട്ട് നിങ്ങൾ ചാകുക, വീട് തകർന്ന മരിച്ച മക്കളെ പോലെ. സമൂഹത്തില് എക്കാലത്തും നിലനിന്ന, ഇന്നും നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് പ്രീതികരമായ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഒരാപത്തും സംഭവിക്കുന്നില്ല. ഭൗതിക നന്മകളെ മാത്രം ദൈവാനുഗ്രഹത്തിന്റെ അടയാളങ്ങളായി നമ്മൾ കണ്ടു തുടങ്ങി. എന്തുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തെ നമ്മളൊന്ന് വ്യത്യസ്തമായി ഒന്ന് വായിച്ചെടുക്കാത്തത്? കുറെ കൂടി ജീവിതത്തിന്റെ ആകസ്മികമായ അത്യാഹിതങ്ങൾക്ക് മുമ്പിൽ പതറാതെ നിൽക്കാനായിട്ട് നമ്മൾക്ക് കരുത്തുണ്ടാവണ്ടേ? ഇന്നൊരു ഞായർ ദിനമാണ്. വിശുദ്ധ ബലി ആ കരുത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ആമേൻ.